ഹലോ കൂട്ടുകാരെ, ഞാനിന്നിവിടെ ഒരു അടിപൊളി ഞണ്ട് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ജീവനുള്ള ഞണ്ടുകളെയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കാലൊക്കെ കെട്ടി വെച്ചിരിക്കുന്നത്, കാരണം ഇവന്മാർ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇതിനൊന്ന് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത് വളരെ ടാസ്ക്കാണ്. അതായത് ജീവൻ മരണ പോരാട്ടം എന്നൊക്കെ പറയാം. കയ്യിൽ കടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് പിടിവിടില്ല, അത്രയ്ക്ക് ഡേഞ്ചറാണ്. അപ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഞാനിതിനെ കൈകാര്യം ചെയ്തത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇവന്മാർ നമ്മുടെ കൈയും കൊണ്ടേ പോകൂ. അപ്പോൾ ഞണ്ട് വൃത്തിയാക്കുമ്പോൾ സൂക്ഷിച്ച് വൃത്തിയാക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ആ ഒരു വീഡിയോ എനിക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം അത് വീഡിയോ എടുക്കാൻ പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞണ്ടെൻ്റെ വിരലും കൊണ്ട് പോയേനെ. അതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം വൃത്തിയാക്കിയെടുത്ത ഞണ്ടിനെ ഒക്കെ നമ്മൾ എന്താണ് ഒന്ന് പുഴുങ്ങിയെടുക്കുക, ഇല്ലെങ്കിൽ ഇത് വെളിയിലിരുന്ന് വെള്ളമായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ ഒന്ന് പുഴുങ്ങിയെടുക്കുക. ശേഷം നമ്മൾ എന്താണ് ഉള്ളി, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം കൂടി അരിഞ്ഞ് വെച്ചതിന് ശേഷമേ ഞണ്ടിനെ പൊട്ടിക്കാനിരിക്കാവൂ. ഇല്ലെങ്കിൽ ഞണ്ട് എന്താണ് വെള്ളമായി പോകും. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിന്, എൻ്റെ ഞണ്ട് എത്രത്തോളം ഉണ്ടോ അതിനാവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. സവാളയാണ് എടുത്തിരിക്കുന്നത്, തക്കാളി ഉണ്ട്, അതേപോലെ തന്നെ അതിനാവശ്യമായ പൊടിവർഗ്ഗങ്ങളും എടുത്തിട്ടുണ്ട്. മസാലപ്പൊടി, അതായത് ചിക്കൻ മസാലയാണ് എടുത്തിരിക്കുന്നത്. മല്ലിപ്പൊടിയാണ് ഞാനിവിടെ കൂടുതൽ എടുത്തിരിക്കുന്നത്. പിന്നെ കുരുമുളക് പൊടിയുണ്ട്, മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മാത്രം മുളക് പൊടി ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതെന്തായാലും നല്ല പുഴുങ്ങിയെടുത്ത ഞണ്ടിനെയാണ് ഞാൻ കാണിച്ചത്. അതിൻ്റെ കളർ തന്നെ കണ്ടില്ലേ, ഭയങ്കര ഭംഗിയാണ്. ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയെ ഒന്ന് വഴറ്റിയെടുക്കുക എന്നുള്ളതാണ് അടുത്ത ചടങ്ങെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഇത് വീണ്ടും കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മളുടെ ആവശ്യത്തിന് ഞണ്ടിന് ആവശ്യമായ സാധനങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം ഞണ്ട് കയ്യിലുണ്ടോ അതിനനുസരിച്ചുള്ള സവാളയും പച്ചമുളകും തക്കാളിയും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വീണ്ടും ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ പൊടിവർഗ്ഗങ്ങളെയുമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ശേഷം നമ്മൾ ചട്ടിയെടുപ്പത്ത് വെച്ച് ഉള്ളി വഴറ്റാൻ തുടങ്ങിയിരുന്നു. വീണ്ടും ഞാനത് ഒന്നുകൂടി കാണിക്കുകയാണ്. ഇതിൻ്റെ കളറൊക്കെ കണ്ടിട്ട് തന്നെ ഒന്നുകൂടെ വീണ്ടും കാണിക്കാൻ തോന്നി, അതുകൊണ്ടാണ് വീണ്ടും കാണിച്ചത്. അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ ഇങ്ങനെ വഴറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തക്കാളിയും എല്ലാം അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അടുക്കി പിടിക്കാത്ത രീതിയിൽ അതിനെ ഇളക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടിവർഗ്ഗങ്ങൾ ഇതിലേക്കിടുക. ഇപ്പോൾ ഞാൻ ചേർത്തതെന്ന് വെച്ചാൽ പെരുംജീരകമാണ്. പെരുംജീരകത്തിന് പൊടി ചേർക്കേണ്ടവർക്ക് പൊടി തന്നെ ചേർക്കാം, പക്ഷേ ഞാനിവിടെ പെരുംജീരകം തന്നെയാണ് ചേർത്തിരിക്കുന്നത്. അതാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. പിന്നീട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടിയും കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ചേർത്ത് ഉള്ളിയിലേക്ക് ഇട്ട് അതിനെ ഒന്ന് പച്ചമണം കെടുത്തിയെടുക്കുക. ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക. അതിനകത്തേക്ക് നമ്മുടെ വെന്തിരിക്കുന്ന ഞണ്ട് കുട്ടന്മാരെ പെറുക്കിയിടുക. കാലൊക്കെ ഞാനൊന്ന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, കാരണം കാലൊന്ന് ചെറുതായിട്ട് നമ്മൾ പൊട്ടിച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വായിലൊക്കെ കൊണ്ട് മുറിവുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഇത് കഴിക്കുമ്പോഴും ഇതിനെ തയ്യാറാക്കി എടുക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണിത് കേട്ടോ. ഭയങ്കര ഡേഞ്ചറാണ്, സൂക്ഷിച്ച് കഴിക്കണം. അപ്പോൾ ഇത് നല്ല മാംസമുള്ള അടിപൊളി ഞണ്ടായിരുന്നു. നമുക്കിവിടെ തൊട്ടടുത്ത് കായലൊക്കെ ഉണ്ട്, അവിടെ നിന്ന് കിട്ടിയതാണ്. നമ്മുടെ ഞണ്ടൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലത്തു നിന്ന് വാങ്ങിയതാണ്. എന്തായാലും അങ്ങനെ നമ്മുടെ ഞണ്ടുകറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സ്പൈസി ആയിരിക്കണം, അപ്പോൾ കുരുമുളക് പൊടി ആവശ്യത്തിന് ചേർക്കണം കേട്ടോ. ആവശ്യത്തിൽ കൂടുതലാവരുത്, എരികൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ആവശ്യത്തിൽ കുരുമുളക് പൊടി ചേർക്കാം. നമ്മുടെ കറി ഇവിടെ തിളച്ച് ഭംഗിയായിട്ട് നല്ല അടിപൊളി മണമൊക്കെ പുറത്തോട്ട് വരുന്നുണ്ട്. എല്ലാവരും ഇതേ രീതിയിൽ ഇത് ചെയ്ത് നോക്കണം കേട്ടോ. ആവശ്യത്തിന് പൊടി എടുക്കാവും, മല്ലിപ്പൊടി വേണം ഇതിൽ കൂടുതലായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുമല്ലോ. ഓക്കെ, താങ്ക്